ഇന്ത്യയിലെമ്പാടുമുള്ള പ്രേക്ഷക പ്രിയ റിയാലിറ്റി ഷോകളിൽ ഒന്നാണ് ബിഗ് ബോസ്. നിലവിൽ ഇന്ത്യയിൽ 6 ഭാഷകളിൽ സംപ്രേഷണം ചെയ്യുന്ന ബിഗ് ബോസിന് ആരാധകർ നിരവധിയാണ്. പല മേഖലകളിൽ നിന്നുള്ള പ്രതിഭകളെ മത്സരാർത്ഥികളായി തിരഞ്ഞെടുത്താണ് ബിഗ് ബോസ് സംപ്രേഷണം ചെയ്യുന്നത്. ഓരോ ഭാഷകളിലെയും പ്രമുഖരായ നടന്മാരാണ് ബിഗ് ബോസ് അവതരിപ്പിക്കുന്നത്. പുറം ലോകവുമായി ബന്ധങ്ങളൊന്നുമില്ലാതെ 100 ദിവസം ബിഗ് ബോസ് വീട്ടിൽ മത്സരാർത്ഥികൾ താമസിക്കണം. ഓരോ ആഴ്ചയിലും പ്രേക്ഷക വിധി അനുസരിച്ച് എവിക്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. പല കാര്യങ്ങളിലുമുള്ള പ്രേക്ഷകരുടെ ചിന്താഗതികൾ മാറ്റാൻ സാധിച്ചിട്ടുള്ള ഒരു റിയാലിറ്റി ഷോ കൂടിയാണ് ബിഗ് ബോസ്. പലതരത്തിലുള്ള ആൾക്കാർ പങ്കെടുക്കുന്ന റിയാലിറ്റി ഷോ ആയതിനാൽ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഓരോ കാര്യങ്ങൾ അംഗീകരിക്കാനും ബിഗ് ബോസ് പ്രേക്ഷകരെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്നവരെ പോലെ തന്നെ ബിഗ് ബോസ് എന്ന ഒരു പരിപാടി വേണ്ട എന്ന് ആവശ്യപ്പെടുന്നവരും അനേകമുണ്ട്. കുട്ടികൾ ഉൾപ്പെടെ കാണുന്ന പരിപാടിയിൽ ആവശ്യമില്ലാത്ത രംഗങ്ങൾ ഉൾക്കൊള്ളിക്കുന്നു എന്ന അഭിപ്രായമുള്ളവരും ഏറെയാണ്. അതുപോലെ തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നവരുമുണ്ട് ഏറെ. ബിഗ് ബോസിലെ മത്സരാർത്ഥികൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ തമ്മിത്തല്ലുന്നവരുടെ എണ്ണവും കുറവല്ല. ഇപ്പോഴിതാ സംപ്രേഷണം തുടങ്ങി ഒരാഴ്ചക്കുള്ളിൽ വിവാദമാവുകയാണ് തമിഴ് ബിഗ് ബോസ്. തമിഴ് ബിഗ് ബോസിലെ 9ാമത്തെ സീസൺ ആണിത്. ഒക്ടോബർ 5-നാണ് പുതിയ സീസൺ ആരംഭിച്ചത്. ആദ്യത്തെ 7 സീസണിൽ കമൽഹാസൻ ആയിരുന്നു അവതാരകൻ. അതിനുശേഷം വിജയ് സേതുപതിയായി. തമിഴ്നാട്ടിലെ തമിഴക വെട്ടിക്കഴകം എന്ന രാഷ്ട്രീയ പാർട്ടി ബിഗ് ബോസ് നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണിത്. ഷോ തമിഴ് സംസ്കാരത്തെ അപമാനിക്കുന്നുവെന്ന് പറഞ്ഞ് പാർട്ടി MLA വേൽമുരുകൻ പ്രസ്താവിക്കുകയുണ്ടായി. ബിഗ് ബോസിലെ ചില പ്രത്യേക സീനുകൾ കുട്ടികൾക്കും പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്കും കാണാൻ പറ്റിയതല്ലെന്ന് പ്രസ്താവനയിൽ പറയുന്നു. തമിഴ് സംസ്കാരത്തെയും പാരമ്പര്യത്തെയും ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങളാണ് ബിഗ് ബോസിൽ കാണിക്കുന്നത്. കുട്ടികളുടെ ഭാവി നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പ്രായപൂർത്തിയായ പെൺകുട്ടികളുടെയോ കുട്ടികളുടെയോ മുമ്പിൽ വെച്ച് കാണാൻ കഴിയാത്ത രീതിയിലുള്ള മോശമായ ശരീര ചലനങ്ങളും ചുംബന രംഗങ്ങളും കിടപ്പുമുറി രംഗങ്ങളുമാണ് ഇതിൽ കാണിക്കുന്നത്. ബിഗ് ബോസിൽ ഇതുവരെ സോഷ്യൽ സീനുകൾ കാണിച്ചിരുന്നില്ല എന്നുമെല്ലാം വേൽമുരുകൻ ആരോപിക്കുകയുണ്ടായി. ഈ ഷോ പെട്ടെന്ന് തന്നെ നിരോധിക്കണമെന്ന് TMK സർക്കാരിനോട് വേൽമുരുകൻ ആവശ്യപ്പെടുകയും ചെയ്തു. പണം സമ്പാദിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരമൊരു അപമാനകരമായ പരിപാടി സംപ്രേഷണം ചെയ്യുന്നത്. ആവർത്തിച്ചുള്ള അപ്പീലുകൾ നൽകിയിട്ടും തമിഴ്നാട് സർക്കാർ ഇതുവരെ നടപടിയെടുക്കാത്തത് അംഗീകരിക്കാനാവില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർക്കാർ വേൽമുരുകന്റെ ആവശ്യം അംഗീകരിക്കുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ ആ ആവശ്യം നടപ്പിലായാൽ അത് ബിഗ് ബോസ് ആരാധകർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുറപ്പാണ്. സർക്കാർ ഇതിൽ എന്ത് തീരുമാനമെടുക്കുമെന്ന് കാത്തിരുന്നു കാണാം.